രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നാരായണീയം 10ാമത്തെ അധ്യായമാണ്, ദശകമാണ്, 9ാമത്തെ ശ്ലോകമാണ്, 105ാമത്തെ എപ്പിസോഡാണ് നമ്മുടേത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച കൃഷ്ണന്റെ സർവസ്വവുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, രാധാറാണിയുടെ കഥ കൂടുതൽ അറിയണമെന്നുള്ളവർ ചൊവ്വാഴ്ച 12 മണിക്കുള്ള രാധയുടെ പ്രണയം കേൾക്കുക. എല്ലാ ബുധനാഴ്ചയും ഭജഗോവിന്ദം ശങ്കരാചാര്യ സ്വാമികളുടെ പ്രശസ്തമായ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്. എല്ലാ വ്യാഴാഴ്ചയുമാണ് ജയദേവ കവിയുടെ അസാധാരണമായ പ്രണയ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതേ കണക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ചിലർക്ക് നേരിട്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്, അവർക്ക് വരാം. ഞാൻ കൊല്ലത്താണ്. ദൂരെയുള്ളവർക്ക് താമസ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറായ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചാൽ മതി. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും നിങ്ങൾ അഷ്ടാവക്ര ഗീത കേൾക്കണം, കേൾക്കാതെ പോകരുത്. പ്ലേലിസ്റ്റിനകത്ത് രാധികാ കവചത്തിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേൾക്കണം. അതിനുശേഷം വേണം രാധാ സഹസ്രനാമം ജപിക്കേണ്ടത്. അതുകൂടാതെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജീവിതകഥയുണ്ട്, നിരവധി ഷോർട്ട് വീഡിയോ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഉത്തേജനം നൽകുന്ന ഏത് ലഭിക്കുന്നതാണ്, മെസ്സേജുകൾ, മോർണിംഗ് മെസ്സേജുകൾ ലഭിക്കുന്നതാണ്. അതൊക്കെ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ നമുക്ക് നാരായണീയത്തിന്റെ ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ നാരായണീയം പാടിത്തരുന്നത് നമുക്ക് ഈ ദശകം മുഴുവൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ അൽബ തന്നെയാണ്. അൽബയെ ഇനി എനിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത്രമേൽ പ്രിയങ്കരിയായിട്ടുണ്ട്. എന്നെ പലരും വിളിച്ചു പറയുന്നുണ്ട്, സാറേ അൽബയുടെ ആലാപനം സൂപ്പറാണെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്കതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്ക് വേണ്ടി പാടിത്തരുന്ന അൽബയെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എല്ലാവരും പറയുന്നു അൽബയുടെ ആലാപനം വളരെ മനോഹരമാണെന്ന്. അപ്പോൾ എന്താ പറയേണ്ടത്, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. അപ്പൊ അൽബയെ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അതിനകത്തൊരു കാര്യം അൽബയുടെ കറകളഞ്ഞ ഭക്തിയാണ്. അത് തന്നെയല്ല, അൽബ വളരെ ശാന്തയാണ് ആള്. അത് നമ്മളെ ഈ ചിലരുണ്ട് ഭക്തി ഉണ്ട്, പക്ഷെ ഭക്തി എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, പക്ഷെ ഉള്ളുകൊണ്ട് ഒട്ടും എന്തരല്ല, ശാന്തരല്ല, അങ്ങ് അക്ഷമരാണ്, അങ്ങ് ബഹളവും അങ്ങനെ അങ്ങ് പോകുന്നവരുണ്ട്. കുറെ പേരുണ്ട് മറ്റുള്ളവരെ കുത്തി നോവിക്കാനും ഇങ്ങനെ നടക്കുന്ന കുറെ പേരുണ്ട്. അതേസമയം അൽബ അങ്ങനെയല്ല. അൽബ വളരെ ശാന്തയാണ്. എന്താ പറയേണ്ടത്, എല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി നിന്ന് കേൾക്കുന്ന ഒരാളാണ് അൽബ. അത് ആ ഭക്തിയുടേതാണ്. അങ്ങനെ ഒറിജിനലായിട്ട് നല്ല ഭക്തിയുള്ള നമ്മുടെ അൽബ, കറകളഞ്ഞ ഭക്തിയുള്ള അൽബ ഹൃദയത്തിൽ തട്ടിക്കൊണ്ടത് പാടുകയാണ്. നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. വേദാൻ പുരാണ നിവഹാനബി സർവവിദ്യാ കുർവൻ നിജാനന ഗണ ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സർഗവൃദ്ധിം അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോത്പൂ. അപ്പോൾ നമ്മുടെ അൽബ അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കേ, വേദാൻ പുരാണ നിവഹാനബി സർവവിദ്യാ കുർവാൻ നിജാനന ഗണാചതുരാനനോ ഉണ്ടോ അസൗ പുത്രേഷു തേഷു വിനിധായ സർഗവൃത്തി മപ്രാപ്നൂവംസ്തവ പദാംബുജമാശ്രിതോ അഭൂത്. എന്തൊക്കെയാണ്? വേദാൻ അർത്ഥം വേദങ്ങളെയും, വേദാൻ വേദങ്ങളെയും, പുരാണ നിവാഹനബി അർത്ഥം പുരാണങ്ങളുടെ കൂട്ടങ്ങളെയും, പുരാണങ്ങളുടെ കൂട്ടങ്ങളെയും, സർവവിദ്യ അർത്ഥം എല്ലാ വിദ്യകളെയും. വിദ്യ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുർവൻ, കുർവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിർമ്മിക്കുന്നവനായി. കുർവൻ നിർമ്മിക്കുന്നവനായി. നിജ ആനന അർത്ഥം തൻ്റെ മുഖങ്ങളിൽ നിന്ന്, തൻ്റെ മുഖങ്ങളിൽ നിന്ന്. ഗണ, ഗണ കൂട്ടം. ചതുരാനനൻ അർത്ഥം ബ്രഹ്മാവ്, ബ്രഹ്മാവ്. അസൗ, അസൗ ആ. തേഷു പുത്രേഷു മുൻപ് പറഞ്ഞ പുത്രന്മാരിൽ. തേഷു പുത്രേഷു എന്ന് പറഞ്ഞ മുൻപ് പറഞ്ഞ പുത്രന്മാരിൽ. വിനിധായ അർത്ഥം അർപ്പിച്ചിട്ട്, വിനിധായ അർത്ഥം അർപ്പിച്ചിട്ട്. സർഗവൃദ്ധി സൃഷ്ടിയുടെ പുരോഗതി, സൃഷ്ടിയുടെ പുരോഗതി. അപ്രാപ്നുവാൻ പ്രാപിക്കാത്തവനായി, പ്രാപിക്കാത്തവനായി. തവ അങ്ങയുടെ. പദാംബുജ മനസ്സിലായില്ലേ? പാദങ്ങളാകുന്ന താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ, അതാ പദാംബുജ. അംബുജം താമര. ആശ്രിതോ അഭൂത്
ആശ്രയിക്കുന്നവനായി തീർന്നു. ആശ്രയിക്കുന്നവനായി തീർന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സമർത്ഥനായ ബ്രഹ്മാവ് തൻ്റെ മുഖങ്ങളിൽ നിന്ന് വേദങ്ങളെയും പുരാണങ്ങളുടെ കൂട്ടത്തെയും എല്ലാ വിദ്യകളെയും നിർമ്മിച്ചു. അതിനുശേഷം തൻ്റെ പുത്രന്മാർക്കായിട്ട് അത് സമർപ്പിച്ചു. എന്നിട്ടും സൃഷ്ടികർമ്മം പുരോഗമിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ അഭയം പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് മുഖങ്ങളിൽ നിന്ന് വേദങ്ങളെയും പുരാണങ്ങളുടെ കൂട്ടത്തെയും സർവവിദ്യകളെയും നിർമ്മിച്ച് എന്നിട്ടത് പുത്രന്മാർക്ക് സമർപ്പിച്ചു. എന്നിട്ടും സൃഷ്ടികർമ്മം മുന്നോട്ട് പോകുന്നില്ല, തടസ്സപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സനകാദികളും മരീചി തുടങ്ങിയവരുമായ പുത്രന്മാരെ ആര് സൃഷ്ടിച്ചു? ബ്രഹ്മാവ് സൃഷ്ടിച്ചു. എന്നിട്ടും സൃഷ്ടികർമ്മം മുന്നോട്ട് പോകുന്നില്ല. സൃഷ്ടികർമ്മം മുന്നോട്ട് പോകണമെങ്കിൽ അറിവ് വേണം, ജ്ഞാനം വേണം എന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി. അപ്പൊ അറിവിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനു മുമ്പുള്ള കൽപ്പത്തിൽ മനസ്സിലായില്ലേ, അറിവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഭഗവാന്റെ ഒരു കൃപയും കൂടെ ഉള്ളത് കൊണ്ട് അത് തെളിഞ്ഞു വരും. അപ്പൊ ബ്രഹ്മാവിന് ഒരു കാര്യം മനസ്സിലായി, സനകാദികളെയും മരീചികളെയും ഒക്കെ സൃഷ്ടിച്ചിട്ടും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മം മുന്നോട്ട് പോകുന്നില്ല. അതിന് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് വേണം. അറിവില്ലാതെ ഒന്നും പറ്റില്ല. അപ്പൊ അറിവിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ മുഖത്ത് നിന്ന് ആ വേദങ്ങളെയും പുരാണങ്ങളെയും സൃഷ്ടിച്ചു. പിന്നെ വേദങ്ങളുടെ ശരീരഭാഗങ്ങളായ വിദ്യകളെയും സൃഷ്ടിച്ചു. അപ്പം എന്തിനു വേണ്ടിയാണ്? അറിവിന് വേണ്ടിയാണ്. അറിവിന് വേണ്ടിയാണ് വേദങ്ങളും പുരാണങ്ങളും വിദ്യകളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. വേദങ്ങളും പുരാണങ്ങളും നമുക്ക് മോക്ഷമാർഗത്തിലേക്കുള്ള കൽപ്പടവാണെന്നല്ല, നമുക്ക് ചില അറിവുകൾ പകർന്നു തരുന്നതാണ്. മോക്ഷം അത് മറ്റൊരു രീതിയാണെന്ന് നിങ്ങൾ അറിയുക. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണം, എന്തൊക്കെയാണ് വേദങ്ങള്? അപ്പൊ ആദ്യമായിട്ട് സൃഷ്ടിച്ചു. അപ്പൊ വിദ്യ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അല്ലേ? അപ്പൊ നമുക്ക് പറഞ്ഞു വേദങ്ങൾ സൃഷ്ടിച്ചു, പുരാണങ്ങൾ സൃഷ്ടിച്ചു. അതിനുശേഷം ആ വേദങ്ങളുടെ ശരീരഭാഗങ്ങളായ വിദ്യകളെ സൃഷ്ടിച്ചു. ശ്രദ്ധിച്ചു കേട്ടോളണം, എന്തൊക്കെയാണ് വിദ്യകളെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്ന് വേദങ്ങൾ, മനസ്സിലായി, ഇതിനെല്ലാം ചേർത്താണ് വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് വിദ്യകൾ എന്ന് പറയുന്നത് 5 തരത്തിലുണ്ട്, 6 തരത്തിലുണ്ട്. ഒന്ന് വേദങ്ങൾ. വേദങ്ങൾ എന്ന് പറയുമ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 2 ഉപവേദങ്ങൾ. ഇതിൻ്റെ ഉപവേദങ്ങൾ ഏതൊക്കെയാണ്? ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, ശില്പവേദം. മൂന്നാമത്തത് വേദഭാഗങ്ങളാണ്. അത് ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, പിന്നെ കൽപ്പം എന്നാണ് അർത്ഥം. ഏതാണ് കൽപ്പം? പിന്നെ ശാസ്ത്രങ്ങളാണ്. നാലാമത്തത് ശാസ്ത്രങ്ങളാണ്. ഏതൊക്കെയാണ് ശാസ്ത്രങ്ങൾ? മീമാംസ, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മീമാംസ, ന്യായം, ധർമ്മശാസ്ത്രം. ഈ ധർമ്മശാസ്ത്രത്തെയാണ് നമ്മൾ സ്മൃതി എന്ന് വിളിക്കുന്നത്. പിന്നെ വേണ്ടത് പുരാണങ്ങളാണ്. പുരാണങ്ങൾ ബ്രാഹ്മപുരാണം, പാത്മപുരാണം, വൈഷ്ണവപുരാണം, ശൈവപുരാണം, ഭാഗവതം, നാരദീയം, മാർക്കണ്ഡേയം, ആഗ്നേയം, ഭവിഷ്യം, ബ്രഹ്മവൈവർത്ത പുരാണം, ലൈംഗപുരാണം, വാരാഹപുരാണം, സ്കാന്ദപുരാണം, വാമനപുരാണം, കൗർമ്മപുരാണം, മത്സ്യപുരാണം, ഗാരുഡപുരാണം, അതായത് ഗരുഡപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം. മനസ്സിലല്ലേ? ഗാരുഡ പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം. പിന്നെ ഉപപുരാണങ്ങൾ ഏതെല്ലാം? ഉപപുരാണങ്ങളാണ് സനത് കുമാരം, നാരസിംഹം, വായവീയം, ശിരധർമ്മം, നാരദീയം, നന്ദികേശ്വരം, പരാശരം. അങ്ങനെ തുടങ്ങി കുറേ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് വേദങ്ങളെ കണ്ടു, ശാസ്ത്രങ്ങളെ കണ്ടു, പുരാണങ്ങളെ കണ്ടു. ഓർമ്മിക്കുക,
ഈ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പറയുന്ന രീതിക്ക് മാത്രമാണ് വ്യത്യാസം. നമ്മുടെ വേദങ്ങളിലെ മന്ത്രസൂക്തങ്ങളാണ് ശാസ്ത്രങ്ങളിൽ ശാസ്ത്രസൂക്തമായി വരുന്നത്. ഇപ്പൊ വേദങ്ങളിലെ മന്ത്രസൂക്തം, ആ മന്ത്രസൂക്തം മറ്റൊരു തരത്തിൽ ശാസ്ത്രങ്ങളിൽ ശാസ്ത്രസൂക്തമായിട്ട് വരുന്നു. ഇതേ ശാസ്ത്രസൂക്തങ്ങൾ തന്നെയാണ് കഥകളും ഉപകഥകളുമായി പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒറ്റ കാര്യം തന്നെയാണ് പറയുന്നത്. വേദങ്ങളിൽ മന്ത്രങ്ങളായിട്ടത് പറയുന്നു, ശാസ്ത്രങ്ങളിൽ അതിനെ പരത്തി ശാസ്ത്രസൂക്തമായി പറയുന്നു. ഇത് സാധാരണക്കാരന് മനസ്സിലാകാൻ കഥകളും ഉപകഥകളുമായി പുരാണങ്ങളായി മാറുന്നു. ഇങ്ങനെ പലവിധ അറിവുകൾ ഉണ്ടായിട്ടും, അപ്പൊ ബ്രഹ്മാവ് ആദ്യമേ പറഞ്ഞു സനകാദികളെ സൃഷ്ടിച്ചു, മരീചിയെ സൃഷ്ടിച്ചു, എന്നിട്ട് സൃഷ്ടികർമ്മം മുന്നോട്ട് പോയില്ല. അപ്പൊ അറിവ് വേണമെന്ന് മനസ്സിലാക്കി പുരാണങ്ങളെ സൃഷ്ടിച്ചു, വേദങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ വിദ്യകളെ സൃഷ്ടിച്ചു. അങ്ങനെ അറിവ് ഉണ്ടായി, എന്നിട്ടും സൃഷ്ടി മുന്നോട്ട് പോകുന്നില്ല. ബ്രഹ്മാവ് വിഷമിച്ചു പോയി. ഇതെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പുരാണങ്ങളും വേദങ്ങളും എല്ലാം ഉണ്ടായിട്ടും സൃഷ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പം ഇവിടെ ബ്രഹ്മാവാണ്, സാക്ഷാൽ ബ്രഹ്മാവാണ് ഇരിക്കുന്നത്. ആ ബ്രഹ്മാവിന് ജ്ഞാനവും ഉണ്ട്, പക്ഷേ സൃഷ്ടി നടക്കുന്നില്ല. മനസ്സിലായില്ലേ? ബ്രഹ്മദേവനാണ് ഇരിക്കുന്നത്, ബ്രഹ്മദേവന് അറിവുണ്ട്, എന്നിട്ടും സൃഷ്ടി നടക്കുന്നില്ല. കാരണം സൃഷ്ടി നടക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം, അനുഗ്രഹം വേണം. ഇത് ബ്രഹ്മദേവന് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും അദ്ദേഹം വീണ്ടും ഭഗവാനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഭഗവാനെ, നാരായണ, അവിടുത്തെ കൃപയില്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് സൃഷ്ടി നടത്താൻ പറ്റില്ല. വേദങ്ങളും ഉപവേദങ്ങളും പുരാണങ്ങളും ഒന്നും, അറിവുകളൊന്നും എന്നെ ഒന്നിനും സഹായിക്കത്തില്ല. അറിവുകൾ കൊണ്ട് ഞാൻ കർമ്മങ്ങൾക്ക് പോയാൽ എവിടെയും എത്തില്ല. എനിക്ക് വേണ്ടത് ഭഗവാന്റെ കൃപയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭട്ടതിരിപ്പാട് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഉപദേശമാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അറിവ് നേടിയാൽ ഭഗവാനെ കിട്ടിയെന്നാണ്. വേദങ്ങൾ വായിക്കുക, പുരാണങ്ങൾ വായിക്കുക, പുരാണ കഥകൾ പറയുക, അത് ചർച്ച ചെയ്യുക, അതുകൊണ്ട് ഭഗവാനെ കിട്ടി എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി. കാരണം ബ്രഹ്മാവിന് പോലും, പുരാണങ്ങൾ സൃഷ്ടിച്ച ബ്രഹ്മാവിന് പോലും എന്ത് ചെയ്യുന്നില്ല? തൻ്റെ കർമ്മം വൃത്തിയായി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വേദങ്ങളും പുരാണങ്ങളും ഒന്നുമല്ല. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ പിന്നെ ഈ വേദങ്ങളും വേണ്ട, പുരാണങ്ങളും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ നിങ്ങൾക്ക് സമയം ഇതൊക്കെ വായിച്ച് നിങ്ങളുടെ ജീവിതം വായിക്കാം, നല്ലതാണ്. അതിലെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക. അത് മനസ്സിൽ കൊണ്ട് നടന്ന് അത് ചർച്ച ചെയ്യാതെ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ വായിക്കുന്നത് ഭഗവാനെ ഗാഠമായി സ്നേഹിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഭഗവാന്റെ കൃപയാണ് നിങ്ങൾ തേടേണ്ടത്. മനസ്സിലായില്ലേ? ഈ നാരായണീയം എഴുതിയ ഭട്ടതിരിപ്പാടിനെയാണോ ഇഷ്ടം, അതോ ഭഗവാന് പൂന്താനത്തെയാണോ ഇഷ്ടം? ഒന്ന് ആലോചിച്ച് നോക്കെ. ഈ കൃതി, നമ്മൾ പഠിക്കുന്ന കൃതി എഴുതിയ ഭട്ടതിരിപ്പാടിനാണോ കൂടുതൽ ഇഷ്ടം, അതോ പൂന്താനത്തെയാണോ? ഭഗവാൻ തന്നെ നല്ല വ്യക്തമായിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? നിന്റെ പാണ്ഡിത്യത്തെക്കാൾ എനിക്കിഷ്ടം ഏതാണ്? നിന്റെ പാണ്ഡിത്യത്തെക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്ന് ഭഗവാൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ കുറൂരമ്മ കണ്ടോ, വില്ലുമംഗലത്തേക്കാൾ മുകളിലാണ്. വില്ലുമംഗലം സ്വാമിയാർ അറിവിൻ്റെ കേന്ദ്രമാണ്. അത്രയും അറിവൊന്നും കുറൂരമ്മയ്ക്കില്ല, പക്ഷെ നിഷ്കളങ്കമായ ഭക്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെ വില്ലുമംഗലത്തിന് കഴിയാത്ത കാര്യങ്ങൾ കുറൂരമ്മയ്ക്ക് കഴിയുന്നുണ്ട്. നമ്മൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇല്ലേ? ഒരു മനുഷ്യൻ വയറ്റുവേദന എടുത്ത് വില്ലുമംഗലത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ വില്ലുമംഗലം അന്ന് വൈകുന്നേരം ഭഗവാൻ വന്നു. ഭഗവാൻ വന്നപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഇവൻ്റെ വയറ്റുവേദന ഒന്ന് മാറ്റണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് മാറാൻ പറ്റത്തില്ല, അതവൻ്റെ കർമ്മദോഷമാണ്, അതവൻ മരണം വരെ അനുഭവിക്കേണ്ടി വരും. വില്ലുമംഗലം ചെന്ന് അയാളെടുത്ത് കാര്യം പറഞ്ഞു. അയാൾ വിഷമിച്ചു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ കുറൂരമ്മയുടെ അടുത്ത് ചെന്നു. അപ്പോൾ കുറൂരമ്മ പറഞ്ഞു, കഴിച്ചിട്ട് പോകാം.
അപ്പോൾ പറഞ്ഞു അയ്യോ കഴിച്ചു പറ്റത്തില്ല, എനിക്ക് ഭയങ്കരമായ വയറുവേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആര് പറഞ്ഞു അത് മാറത്തില്ല? വില്വമംഗലം വരെ പറഞ്ഞു മാറത്തില്ല. മാറും, നീ ഒരു കാര്യം ചെയ്, നാരായണ ജപിച്ചുകൊണ്ട് ഇത് കഴിക്ക്. ഇന്ന് തൊട്ട് നീ നാരായണ നാരായണ എന്ന് ജപിക്ക്, ഞാനല്ലേ പറയുന്നത്, മാറിയിരിക്കും. അയാൾ നാരായണ ജപിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ അങ്ങനെ ആഹാരം കഴിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നാരായണ വിളിക്കുകയും അയാളുടെ അസുഖം നിശേഷം മാറുകയും ചെയ്തു. അയാൾ വില്വമംഗലത്തിനെ കണ്ടു പറഞ്ഞു, വില്വമംഗലം, അങ്ങ് ചെയ്തത് വളരെ മോശമായി പോയി, അങ്ങ് വലിയ ഗുരുവായൂരപ്പൻ്റെ അടുപ്പക്കാരനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എൻ്റെ രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞു. ദേ കുറൂരമ്മ മാറ്റി തന്നല്ലോ. അടുത്ത ദിവസം ഭഗവാനോട് വില്വമംഗലം പരിഭവം പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് അവൻ്റെ വയറുവേദന മാറത്തില്ലെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് സത്യമാണ്, അവൻ്റെ വയറുവേദന മാറത്തില്ല, അവന് കർമ്മദോഷമുണ്ട്. പക്ഷെ കുറൂരമ്മയ്ക്ക് ഭയങ്കര ഭക്തിയുണ്ട്. കുറൂരമ്മ പറയുകയാണ് നാരായണ എന്ന് നീ ജപിച്ചാൽ മാറും, മാറിയിരിക്കും. അപ്പൊ പിന്നെ അത് മാറ്റിയില്ലെങ്കിൽ അതെൻ്റെ ഭക്തയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? വില്വമംഗലം, എനിക്ക് പാണ്ഡിത്യത്തെക്കാൾ ഇഷ്ടം ഏതാണ്? ഭക്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെറുതെ പുരാണങ്ങളിൽ അങ്ങനെ പറയുന്നു, വേദങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഇത് പലപ്പോഴും ഞാൻ പറയുന്നതാ, അങ്ങനെ തർക്കിച്ച് സമയം കളയാതെ ഭഗവാന്റെ കൃപ, ഭഗവാന്റെ കാരുണ്യം നേടാൻ ശ്രമിക്കൂ. സാക്ഷാൽ രാധാസമേതനായ ഗുരുവായൂരിരിക്കുന്ന നാരായണന്റെ കൃപ നേടാൻ ശ്രമിക്കൂ. നാരായണ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.